യുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1906. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും 1917 ചമ്പാരൻ സത്യാഗ്രഹമല്ലേ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്ന്. അല്ല, അത് ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സത്യാഗ്രഹമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഉത്തരം വിനോബ ഭാവെ. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഉത്തരം 1919 നവംബർ 17. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1927. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജി ഏതുതരം വ്യവസായങ്ങളെയാണ് പിന്തുണച്ചത്? ഉത്തരം കുടിൽ വ്യവസായങ്ങളെ. ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞത്? ഉത്തരം 21 വർഷം. ഏഴാമത്തെ ചോദ്യം, 1869 മുതൽ ഏതു വർഷം വരെയുള്ള ജീവിതമാണ് തൻ്റെ ആത്മകഥയിൽ വിവരിച്ചത്? ഗാന്ധിജി 1921 വരെയുള്ള ജീവിതമാണ് തൻ്റെ ആത്മകഥയിൽ വിവരിച്ചത്. ഉത്തരം 1921. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1917. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ സഹോദരിയുടെ പേര്? ഉത്തരം റളിയത്ത്. പത്താമത്തെ കടക്കാം. ഗാന്ധിജി 1893 ഏപ്രിലിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു ജോലിക്ക്? ഉത്തരം വക്കീൽ ജോലിക്ക്. അടുത്ത ചോദ്യം പറയും മുമ്പ് ഒരു കാര്യം പറയാം. എല്ലാവരും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് എനിക്കറിയാം. 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി ഇങ്ങനെ പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 12ാമത്തെ ചോദ്യം, മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം അലി സഹോദരങ്ങൾ. പഠിച്ചു വയ്ക്കുക, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഇവരാണ് അലി സഹോദരങ്ങൾ. 13ാമത്തെ ചോദ്യം, ഗാന്ധിജി ലണ്ടനിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1891 ജൂൺ 12. 14ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? ഉത്തരം K. രാമകൃഷ്ണപിള്ള.